നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ? നമുക്കൊക്കെ കുട്ടികളുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളോട് അവരുടെ ഉള്ളകം എന്താണ്, അവരുടെ മനസ്സെന്താണ്, അതറിയുന്നവരായി തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണോ. വിവാഹം വേണ്ടാന്ന് പറഞ്ഞു വരുന്ന മക്കൾ, അവർ പറയുന്ന പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വിവാഹം എന്ന് പറയുന്നത്, പാനിക് അറ്റാക്ക് വരുന്ന ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നു. ആ പെൺകുട്ടിക്ക് പാനിക് അറ്റാക്ക് വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം വരികയാണ്. അപ്പോൾ കല്യാണത്തിന് മാർച്ചിലാണ് കല്യാണം, കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അരികിൽ കൊണ്ടുവന്ന ഉടനെ അവൾ ചോദിച്ചൊരു ചോദ്യം എന്താ, പൊന്നാറിൻ്റെ ഡോക്ടർ, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണത്തേക്ക് എത്തിക്കണത്? നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്? എനിക്ക് കല്യാണം വേണ്ട എങ്കിൽ എന്തിനാണ് നിങ്ങൾ കൂടി എന്നെ ഉപദേശിക്കുന്നത് എന്ന ചോദ്യം. വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്, ഒരു മനുഷ്യ മനസ്സിന് അഭിവാജ്യമായൊരു ഘടകമാണ്. നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് അപ്രകാരമാണ്. സ്ത്രീകളിൽ ഈസ്ട്രജനും ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോണും ഉണ്ടാവുന്നുവെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് അത് റെഗുലറായിട്ട് വളരെ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എങ്കിൽ വിവാഹ ജീവിതം നിർബന്ധമാണ്. അവർക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നിർബന്ധമാക്കപ്പെട്ടൊരു ഘടകം തന്നെയാണ്, ഒന്ന് തന്നെയാണ് വിവാഹം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താ, അവർ പറയുന്ന മറുപടി എന്താണ്? വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ? വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ? പുരുഷൻ്റെ മേധാവിത്വമല്ലേ? നമുക്കെന്താ മറുപടി പറയാനുള്ളത്? അവിടെ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? അയ്യോ, ഒന്നും പറയണില്ലല്ലോ നിങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞു, നിങ്ങൾ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടാവലുണ്ട്. അതിൽ നിങ്ങൾ ഈ ടോപ്പിക്കൊന്നും സംസാരിച്ചിട്ടില്ലേ? നമ്മളൊക്കെ പുരയിൽ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിൽ എന്താണെങ്കിലും ജെൻഡർ ഈക്വാലിറ്റി നടക്കൂല. പുരയിൽ നടക്കുമോ? പുരയിലുണ്ടോ ഈക്വാലിറ്റി? ഒന്നും പറയണില്ല തമ്പുരാനെ. നമുക്ക് വരാം. ഒരു പെൺകുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവൾ PhD കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഉമ്മയപ്പയും കൂടെ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ച് ഏകദേശം 4-4.5 മണിക്കൂറിനൊടുവിൽ ഓള് പറഞ്ഞു, ആയിക്കോട്ടെ ഡോക്ടറെ, 4 പെണ്ണ് കാണാൻ വന്നോട്ടെ. അങ്ങനെ സമ്മതിച്ച് ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മയപ്പൊക്കെ ക്ലിനിക്കിലേക്ക് തന്നെ വന്ന് സന്തോഷം പങ്കുവെക്കുക. ഭയങ്കര ആനന്ദമായി, സന്തോഷമായി. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പോയതിനു ശേഷം ഉമ്മ വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ നിങ്ങൾ ഇരിക്കുന്ന പറഞ്ഞ് ഉമ്മാനെ ഇരിക്കുന്നതിൻ്റെ മുൻപേ, ആ ഇരുത്തമെന്ന് പറയുന്ന പ്രോസസ്സ് മുഴുവനാക്കുന്നതിൻ്റെ മുൻപേ അമ്മ പറയാം, പൊന്നാറിൻ്റെ ഡോക്ടറെ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ സഹിക്കാൻ തുടങ്ങിയതാണ്. എന്തേപ്പം ഉണ്ടായി? 4 മണിക്കൂർ എൻ്റെ 4 മണിക്കൂറത്തെ ഊർജം വേസ്റ്റായി അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ മെല്ലെ പറഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ 4 മണിക്കൂറുകളോളം നിങ്ങളെ മകൾക്ക് മധുര മനോഹരമായ ഇസ്ലാം മതത്തിൽ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ച ആ മാതൃക പറഞ്ഞുകൊടുത്ത്, ജീവിതം നൽകുന്ന മാതൃകകൾ പറഞ്ഞുകൊടുത്ത്, അനുഭവങ്ങൾ പറഞ്ഞുകൊടുത്ത് വിവാഹത്തിലേക്ക് എത്തിച്ച ആ കുട്ടി ഇത് കേൾക്കും. പക്ഷേ ഓളത് ഇന്ന് കേൾക്കല്ല. എന്തേ ഓള് 30 കൊല്ലം വേണ്ടെന്ന് പറഞ്ഞ് നടന്നത്? എന്തേ? അടുക്കളയിൽ നിന്നുകൊണ്ട് ഗദ്ഗതം പറയുന്ന മക്കൾ ഉമ്മയെയാണ് കാണുന്നത്. ഉമ്മാൻ്റെ ജീവിതവും ഇങ്ങനെയായി, ഉമ്മാൻ്റെ ജീവിതവും ഇങ്ങനെയായി. പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മാർ പറയണത് ഉമ്മാൻ്റെ ജീവിതവും ഇങ്ങനെയായി. പക്ഷെ നമ്മളെ മുമ്പിൽ ഓപ്ഷൻ എന്തേ ഉള്ളൂ? തട്ടിമുട്ടിയിരുന്നാലും കെട്ടിയേ പറ്റൂ. ഇന്ന് അങ്ങനെയല്ല. തട്ടിമുട്ടിയിരുന്നാൽ എന്തിനു തട്ടണം, മുട്ടാൻ എന്തിനാണ് ഒരു കലം കൂടെ വരുന്നത് എന്ന ചിന്തിക്കാവുന്ന ബുദ്ധിയിലാണ് നമ്മളെ കുട്ടികളുള്ളത്. They have 1800 cubic centimeters of brain capacity. അതും കൊണ്ട് നമ്മളെ കുട്ടികൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല 50% അവരാരായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന അവരുടെ എൻവയോൺമെൻറ്റ്, അവർ കേൾക്കുന്നത് മുഴുവൻ മനോഹരമായ ഇസങ്ങളാണ്. വളരെ ആകർഷണീയതയിലേക്ക് എത്തിക്കുന്ന ഇസങ്ങളാലാണ് അവർ ജീവിക്കുന്നത്. നമുക്കൊരു പക്ഷേ അതൊക്കെ വെറും ടെർമിനോളജീസ് ആയിരിക്കാം. ലിബറലിസമാണ്, ലെസ്ബിയനിസമാണ്, ഗേയിസമാണ്, ഹോമോസെക്ഷുവാലിറ്റിയാണ്, ബൈസെക്ഷുവാലിറ്റിയാണ്, അല്ലേ? ജെൻഡർ ഈക്വാലിറ്റിയോ ജെൻഡർ ന്യൂട്രാലിറ്റിയോ ആയിരിക്കാം, ഒരു പക്ഷേ സിഗ്മയായിരിക്കാം. ഇതൊക്കെ നമുക്ക് 10-15 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും ചിലപ്പോൾ തെറ്റാതെ പറയാൻ. പക്ഷെ നമ്മളെ കുട്ടിയൊക്കെ അത് വെറും വാക്കുകളല്ല, അവർക്ക് ഇമ്പോസിഷൻ എഴുതണ്ട. അവരതിൻ്റെ വക്താക്കളാണ്, അവരതിലാണ് ജീവിക്കുന്നത്. ദുഃഖകരം എന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ ലെസ്ബിയനിസവുമായി എൻ്റെ അരികിലേക്ക് വരാറുള്ളത് പ്രവാസി കുട്ടികളാണ്.
ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന മക്കളാണ് ഏറ്റവും കൂടുതൽ ലെസ്ബിയനിസവുമായി എൻ്റെ അരികിലേക്ക് വരാറുള്ളത്. ഒരുപക്ഷെ ഇവിടുത്തെ സ്കൂൾ സംവിധാനം യൂണിസെക്സ് ആണല്ലേ, അല്ല മിക്സ്ഡ് അല്ലാന്ന് തോന്നണു. ഒരുപക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. പെൺകുട്ടികൾ മാത്രമാണ് ഒരുമിച്ച് ഉള്ളത്, അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമാണ് ഒരുമിച്ചുള്ളത്. എത്രയെത്ര പെൺകുട്ടികളെയാണെന്നറിയോ കൊണ്ടുവരാറുള്ളത്. എത്രയോ പെൺകുട്ടികൾ കൊണ്ടുവരാറുണ്ട്. കല്യാണം വേണ്ട, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഉറപ്പിക്കുന്നതോട് കൂടിയിട്ട് പാനിക് അറ്റാക്ക് വരികയാണ്. ആ മക്കൾ വന്ന് പറയും, ഡോക്ടറെ ഞാൻ പെൺകുട്ടിയല്ല കേട്ടോ എന്ന്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എത്ര കാലങ്ങൾ കൊണ്ട് ഉണ്ടായി എടുത്തൊരു തീരുമാനമാണെന്ന് അതറിയോ? അതൊറ്റ നിമിഷം കൊണ്ട് ഉണ്ടാവണതല്ല. പെൺകുട്ടികൾ പറയും, എൻ്റെ ശരീരത്തെ പോലെ എനിക്ക് വെറുപ്പാണ്. ഇതൊരു ഉമ്മയേക്കാൾ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക? ആ കുട്ടിയോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൽ പോലും, ശ്വാസത്തിൽ നമുക്ക് മനസ്സിലാവാറുണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് പനിക്കുന്നുണ്ടോ എന്ന് തൊട്ടൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട് അല്ലേ? ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ വിളിക്കും, ചിലപ്പോൾ വല്ല സങ്കടത്തിലോ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ ഒരു കോള് വരാനുണ്ട്. ഹലോ എന്ന് പറയുമ്പോഴത്തേനും ഉമ്മ ചോദിക്കും, എന്താ ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയത്? ആ ഹലോയിൽ നിന്നും ഞാൻ എൻ്റെ പരിഭവവും പ്രശ്നവും പറയുന്നതിന് മുൻപേ എൻ്റെ ശബ്ദത്തിൽ നിന്നും എൻ്റെ ഉമ്മ എൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നു എങ്കിൽ അത് തന്നെയാണ് ടെലീപതി എന്ന് പറയുന്ന ആ മാസ്മരികത നിറഞ്ഞ വികാരം. ഉമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നുണ്ട്, അതെൻ്റെ കുട്ടിയുടെ ചിന്ത എന്താണ്. എൻ്റെ കുട്ടി കേൾക്കുന്നതും കാണുന്നതൊക്കെ അതാ. നാട്ടിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുക നമ്മുടെ ഹയർ സെക്കൻഡറികളിലൊക്കെ. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? എന്താ ജെൻഡർ ഇക്വാലിറ്റി? ഇപ്പോൾ നമ്മൾ കണ്ടൂലേ, നമ്മൾ കണ്ടു, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് ഇയാളെ? നമ്മളൊക്കെ ഉമ്മാരല്ലേ വാപ്പാരല്ലേ? എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? ഞാൻ ഇപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ഇപ്പം മുതൽ ആണാണ്. എന്തേ ആണാണ്? സൗദിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ എന്നെ ജയിലിൽ കൊണ്ടുപോയിടുമായിരിക്കൂലേ? ഇടുവോ? നമ്മൾ കാലാകാലം ജിദ്ദയിൽ നിൽക്കുവോ, ഷറഫിയിൽ നിൽക്കുവോ? നാട്ടിക്ക് പോരണ്ടേ? നാട്ടിക്ക് വരുമ്പോഴത്തേന് നമ്മളെ കുട്ടി പറയാണ്, ഉമ്മ നാളെ മുതൽ ഞാൻ മോനാട്ടോ, അല്ല എൻ്റെ മോള് മോൻ പറയാണ്, നാളെ മുതൽ ഉമ്മ ഞാൻ മോളാട്ടോ. പറഞ്ഞാൽ ആ പറഞ്ഞതാ. ദാറ്റ് ഈസ് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ? ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ലിബറൽ വാദികൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസമാണത്. +2 ഹയർ സെക്കൻഡറി, ഞങ്ങളുടെ നാട്ടിൽ ഹയർ സെക്കൻഡറിയിൽ ഒരു ക്ലാസ്സിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടു. പക്ഷേ ആ ക്ലാസ് നടന്നിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ആ പോസ്റ്ററിൽ ഇതായിരുന്നു, വാട്ട് ഈസ് ജെൻഡർ ന്യൂട്രാലിറ്റി. അതിനെക്കുറിച്ച് 2 മണിക്കൂർ നീളുന്ന സെഷൻ എടുക്കാൻ പോവുക ആര്? കേരളത്തിലെ ഏറ്റവും ലീഡിങ് ട്രാൻസ്ജെൻഡർ, കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡറാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. എൻ്റെ ശരീരത്തിൽ ഞാനിപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ആണാണ്. പക്ഷേ ഞാൻ ഇവിടുന്ന് പോയാൽ ഈ മൈക്കിൽ പറ്റി പിടിച്ച എൻ്റെ സെല്ലുകൾ ഉണ്ടാവും. മൈക്രോസ്കോപ്പ് വെച്ച് ആ സെല്ല് പരിശോധിച്ച് നോക്കിയാൽ ആ സെല്ലിൽ കാണാൻ പറ്റും ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഇണയും എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ അറിയുന്നവരെല്ലാവരും വന്ന് ചോദിക്കുക, അല്ല വിളേജ് പെണ്ണല്ലേ, എനിക്ക് കേസ് കൊടുക്കാം, എനിക്ക് കേസ് കൊടുക്കാം. നമ്മളെ നാട്ടിലെ സിസ്റ്റം എന്താ? ഞാൻ എന്താണോ പറയുന്നത്, എൻ്റെ ജെൻഡർ ഓറിയൻറ്റേഷൻ അത് എൻ്റെ അരികിലാണ്. എനിക്ക് ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആണാണ്, എനിക്ക് പെണ്ണാണെന്ന് തോന്നിയാൽ ഞാൻ പെണ്ണാണ്. ആ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അവിടെ വിവാഹത്തിന് പ്രാധാന്യമില്ല. പെണ്ണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാം, ആണിനും ആണിനും ഒരുമിച്ച് ജീവിക്കാം. എന്താ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താ? നിങ്ങൾ ഒരു പക്ഷേ ശരീരം കൊണ്ടാണായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു പെൺകുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ശരീരം കൊണ്ടൊരു പക്ഷേ നീ പെണ്ണായിരിക്കാം, നിൻ്റെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കുട്ടിയെ നീ കണ്ടെത്തുക, അയാളെ നീ പരിപോഷിപ്പിക്കുക, അയാളെ നീ ഉണർത്തുക. സ്വാഭാവികമായും കൗമാരപ്രായം എന്ന് പറയുന്നത് 19-നും 25-നും ഇടയിലാണ് ഫ്രണ്ടൽ ലോബ് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിൽ നമുക്ക് യുക്തി വികസിപ്പിക്കുന്ന, യുക്തി എന്ന് പറയുന്ന ആ ചിന്തയെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്ന തലച്ചോറിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗം ഫ്രണ്ടൽ ലോബ് വളരുന്നുള്ളൂ. അത് പൂർണ്ണ വളർച്ചയിൽ എത്തിയാൽ മാത്രമാണ് എൻ്റെ ഉമ്മയാരാണ്, എൻ്റെ ഉപ്പയാരാണ്, എൻ്റെ പെങ്ങളാരാണ്, അനിയത്തി ആരാണ്, എൻ്റെ കുടുംബം ആരാണ് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക്, പൂർണ്ണമായുമുള്ള തിരിച്ചറിവിലേക്ക്, പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് തീരുമാനത്തിൽ എത്തിച്ചേരണമെന്ന ആ ബുദ്ധിയിലേക്ക് പൂർണ്ണമായും ഒരു മനുഷ്യനെത്തുന്നത് ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ ലേഡീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിച്ചേരുന്നത് ഈ 19-നും 25-നും ഇടയ്ക്കാണ്.
കൗമാരപ്രായം എന്ന് പറയുന്ന പ്രായം ആ 19 അവസാനിക്കുകയാണ്. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ചിന്ത എന്താണോ കേൾക്കുന്നത്, എന്താണോ അറിയുന്നത്, എന്താണോ രസകരമായി അവരുടെ മുൻപിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലേക്ക് എത്തിച്ചേരും. കാരണം മനോഹരമാണ്, ഉത്തരവാദിത്തങ്ങളില്ലാത്ത ജീവിതമാണ്. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞൊരു പെൺകുട്ടി ഡിവോഴ്സിന് വരികയാണ് ക്ലിനിക്കിലേക്ക്. അവൾക്ക് ഡിവോഴ്സ് വേണം. കാരണം ചോദിക്കുമ്പോൾ അവൾ പറയാം, അമ്മോശൻ കാക്ക, ഭർത്താവിൻ്റെ ഉപ്പ സിറ്റ് ഔട്ടിൽ ഇരിക്കും പോലും. അവരുടെ ഉപ്പ, എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ സിറ്റ് ഔട്ടിൽ ഇരിക്കും ചാരു കസേരയിൽ, എന്നിട്ട് ഡീന്ന് വിളിക്കും. അപ്പോൾ ഉമ്മ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഉപ്പാൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഉപ്പാക്ക് കട്ടൻ ചായ കൊടുക്കും. ഏകദേശം 1/2 മണിക്കൂർ എടുത്ത് എൻ്റെ ഉപ്പ ചായ ആസ്വദിച്ച് കുടിക്കും, ഭർത്താവിൻ്റെ ഉപ്പ. അടുത്ത ഡീ വിളിയിൽ ഉമ്മ ഓടി വരും, ആ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കും. ഐ വോണ്ട് ഡിവോഴ്സ്. ഞാൻ ചോദിച്ചു, അല്ല എൻ്റെ വിളിച്ച് കെട്ടിയത് വാപ്പാനെയല്ലല്ലോ, വാപ്പാൻ്റെ മകനെയല്ലേ? ആ കുട്ടി പറയാ, കല്യാണം കഴിച്ചത് വാപ്പാൻ്റെ മകനെ തന്നെയാണ്. പക്ഷേ ഈ മകൻ കണ്ടു പഠിക്കുന്നത് ഈ വാപ്പാനെയല്ലേ. ഓന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അവൻ്റെ ഷർട്ട് ഞാൻ അയേൺ ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പൊന്നാരൻ്റെ ഡോക്ടറെ, അവൻ കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കേണ്ടി വരും എന്ന് പെൺകുട്ടി സങ്കടം പറയാ. ഞാനന്ന് വീട്ടിലെത്തിയ പാടെ ചെയ്തത് എന്താണെന്ന് പറയുക, എനിക്ക് 3 ആൺകുട്ടികളാ. ഓലെ 3 വിളിച്ച് എങ്ങനെ പാത്രം കഴുകി വെക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത്. സത്യം. കാരണം എന്താ, എനിക്കിനി പെൺകുട്ടികളെ കിട്ടുന്നുള്ളത് ഓര് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ. ഇൻഷാ അല്ലാ അവർ 3 പേരും കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് 3 പെൺകുട്ടികളെ കിട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ കിനാവും സ്വപ്നം കണ്ട് ജീവിക്കുക അല്ലേ. പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ പാത്രം കഴുകി വെക്കണം. ഇപ്പോൾ ചെറുത് LKG പഠിക്കണം, 3.5-4 വയസ്സായവൻ പോലും കഴിച്ചു കഴിഞ്ഞാൽ കസേര നീക്കിയിട്ട് അതുമ്മ കയറി സിങ്കിലെത്തി അവൻ കഴുകിയ പാത്രം മോറി വെക്കും. മോനും ഉണ്ടാവില്ലേ പെണ്ണെട്ടാൻ പൂതി ഇല്ലേ? കെട്ടണമെന്നുണ്ടെങ്കിൽ പാത്രം കഴുകാൻ പഠിക്കണം. അവിടെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ആ ഡി എന്ന വിളിയിൽ ഉപ്പയുടെ സ്നേഹമാണുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആജ്ഞയോടുകൂടിയുള്ള വിളിയല്ല, കട്ടൻ ചായ ഉണ്ടാക്കി കഴിയണത് വരെ ഉമ്മാൻ്റെ പ്രാക്കല്ല കേൾക്കണത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം അല്ലേ. ഉമ്മയുടെ പ്രാക്കല്ല അവിടെ ഉള്ളത്. ഉമ്മ സ്നേഹത്തോടു കൂടി ആ കട്ടൻ ചായ അവിടെ ഉണ്ടാവണമെങ്കിൽ ആ അവിടെ ചിലവഴിക്കപ്പെടുന്ന ഊർജം, അവിടെ ഒഴുക്കപ്പെടുന്ന വെള്ളം, അതിലേക്ക് വീഴുന്ന ചായപ്പൊടി, പഞ്ചസാര, ഇതൊക്കെ വാപ്പയുടെ ചോര നീരാക്കപ്പെട്ട അധ്വാന ഫലമാണ് എന്ന് ആ ഉമ്മയുടെ സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ട് ആ കട്ടൻ ചായയായി രൂപപ്പെടുമ്പോൾ അത് മക്കൾ അനുഭവിച്ചു കൊടുക്കണ്ടേ? അടുക്കളയിൽ ഇന്ന് ഉമ്മാൻ്റെ ജീവിതം എങ്ങനെയായി എന്ന് പറയുന്ന കുട്ടികൾ എങ്ങനെയാണ് ലെസ്ബിയനിസത്തിലേക്ക് പോവാതിരിക്കുക? അവിടെ ഉത്തരവാദിത്തങ്ങളില്ല. അവനവൻ്റെ ബ്രെഡ് ഓംലേറ്റും അല്ലെങ്കിൽ നൂഡിൽസും ഉണ്ടാക്കി തിന്ന് പോവാ. അവിടെ പാത്രം കഴുകി കൊടുക്കണ്ട പരസ്പരം ഇല്ലേ? അവിടെ പരസ്പരം പാത്രം കഴുകി കൊടുക്കണ്ട, ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കണ്ട. മാത്രമല്ല ഏറ്റവും വലിയൊരു ഗുണം എന്താ? മതിയാവുമ്പോൾ നിർത്തിപ്പോരും ചെയ്യുക ഇല്ലേ? മതിയാവുമ്പോൾ നിർത്തിപ്പോരും ചെയ്യുക. അതല്ലേ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ലിവിങ് ടുഗദർ പോലെയല്ല. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പാൻ ഓഫ് ടൈം ഉണ്ട്. അവിടെ കുറച്ചും കൂടെ സമയം ഒരുമിച്ച് പറ്റുന്നത്ര സമയം കരാറുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒന്നാണ് ലിവിങ് ടുഗദർ. ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? എന്ത് രസമാണെന്ന് പറയുക. ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ട്. നമ്മളെ കേരളത്തിൽ അരികെ എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഉണ്ട് അല്ല, നിങ്ങൾ കണ്ടു കാണൂല്ലേ? കണ്ടിട്ടില്ലേ? അപ്പം ഞാനപ്പോൾ കണ്ട് അരികെ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് എന്താണെന്നറിയോ? ഇതിൽ ഒന്ന് തുറന്നു നോക്കണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒക്കെ അറിയാമെന്ന ഭാവത്തിൽ, അതാ നേരത്തെ പറഞ്ഞത്, ഞാൻ ഉമ്മയാ, 3 എണ്ണത്തിൻ്റെ ഉമ്മയെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ എൻ്റെ മോനാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഉമ്മ ഞാൻ സിഗ്മ ബോയ് ആണ് കേട്ടോ എന്ന്. അവന് കളിക്കുമ്പോൾ, വൈകുന്നേരം കളിക്കുമ്പോഴേ വീടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള പെൺകുട്ടികളെയൊക്കെ കൂടെ, അവന് പെൺകുട്ടികളെ കൂടിയാണ് കൂടുതൽ കളിക്കാൻ ഇഷ്ടം. സങ്കടം ഇല്ലായിട്ടല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാച്ചിട്ടാ. അപ്പോൾ ഇവൻ ഈ കളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ട്. ഈ പെൺകുട്ടീനെ അവളുടെ വീട്ടിലൊന്ന് കൊണ്ടുവിട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പം പറയാം, ഞാൻ കൊണ്ടുവിടുക ഉമ്മച്ചി, ഞാൻ സിഗ്മ ബോയ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എന്തോ ഒരു തിരക്കിൽ വിട്ട് ഞാനത് അങ്ങ് മാറ്റി വെച്ചു. അപ്പം തന്നെ എന്താ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ രാത്രി വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ നാത്തൂൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവരുടെ ഒരു കസിൻ ബോയുടെ അടുത്ത് ഇവരെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവൻ പറയാം, എൻ്റെ വണ്ടിയിൽ ഞാൻ ഈ പെൺകുട്ടികളെ കയറ്റൂല. അപ്പോൾ എന്തെന്ന് വെച്ചപ്പോൾ എൻ്റെ വണ്ടി സിഗ്മ വണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വാട്ട് ഈസ് സിഗ്മ എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളിൽ വന്നത്. വാട്ട് ഈസ് സിഗ്മ? എന്താ സിഗ്മ? ജിദ്ദിയിൽ സിഗ്മത്തി
ആ, നിങ്ങൾ അതും വിചാരിച്ച് നിന്നോളി. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു, ലെസ്ബിയനിസം ആവട്ടെ, ഗേയിസം ആവട്ടെ, സിഗ്മയാവട്ടെ, ഹോമോസെക്ഷുവാലിറ്റി ആവട്ടെ, ബൈസെക്ഷുവാലിറ്റി ആവട്ടെ, ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കേസസ് വരൽ പ്രവാസികളെ അടുത്തുനിന്നാ. കേൾക്കുന്നുണ്ട് നിങ്ങൾ? കേൾക്കണ്ട? ഇവിടുന്നാണ് വരല്. നമ്മൾ വിചാരിക്കും ഞങ്ങൾ ജിദ്ദക്കാർ സേഫാ അല്ലേ, ഞങ്ങളടുത്ത് ഒന്നും എത്തിയിട്ടില്ല. എത്തിക്കണ തന്നെയാളെ. നമ്മളെ നാട്ടിൽ നിന്ന് മഞ്ചേരിയിൽ നിന്നും ഇടക്കരുന്നൊക്കെ എനിക്ക് കേസ് കുറവാ. പ്രവാസികളെടുത്തുനിന്ന് ബേജാറാക്കി പോവല്ലട്ടാ, നിങ്ങളെ ബേജാറാക്കി പോവല്ല. നമ്മൾ ചിന്തിക്കണം എന്താണ് സിഗ്മ അല്ലേ. ഇതുപോലെ എല്ലാം അറിയുമെന്ന് അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മോൻ പറഞ്ഞു സിഗ്മ എന്താ സിഗ്മ. അന്ന് റെഫർ ചെയ്തു. എന്താണ് ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ തപ്പി നോക്കി, സിഗ്മനെ കണ്ടില്ല. അവസാനം ആധികാരികമായ ഒരു സ്കോളറുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കിട്ടി വാട്ട് ഈസ് സിഗ്മ. സിഗ്മ എന്ന് വെച്ചാൽ എന്താ, ഒരു തോട്ടാണ്. അതൊരു തോട്ടാണ്, അത് ഒരു ഇൻസൈറ്റ് പോലെ ഉണ്ടാവുന്നൊരു തോട്ട്. അതെന്താണ്, പെൺകുട്ടികളെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആൺകുട്ടികളെയാണ് സിഗ്മ ബോയ്സ് എന്ന് പറയുക. അവർ പെൺകുട്ടികളെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളെ അംഗീകരിക്കുകയോ ചെയ്യൂല. അതായത് പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതെ ആൺകുട്ടികളെ മാത്രം ഇഷ്ടപ്പെടുന്ന അവസ്ഥയല്ല, പക്ഷെ പെൺകുട്ടികളെ അംഗീകരിക്കാത്തൊരവസ്ഥയാണ് സിഗ്മ. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനെ രാത്രി കൂടെ കിടത്തി ഇതെന്താണ് സിഗ്മ, ഉമ്മച്ചി സിഗ്മ ഗേൾ ആട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറയാം, ഹയ്യ എൻ്റെ ഉമ്മച്ചിയെ, പെണ്ണുങ്ങൾ സിഗ്മ ഉണ്ടാവില്ല, ആണുങ്ങളെ സിഗ്മ ഉണ്ടാവുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ എന്നേക്കാളും സിഗ്മയെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ പൊട്ടക്കണ്ടത്തെ തവളയല്ലേ ആയിപ്പോയില്ല. അവൻ്റെ മുൻപിൽ ഒരു നിമിഷം ഞാൻ പൊട്ടക്കിണറിലെ തവളയായി മാറി. എന്തോ ഒരു വിശാലമാണ് എൻ്റെ ലോകം. അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ എന്നോട് എന്താണ് സിഗ്മ എന്ന ചിന്ത വന്നു പറയണമെങ്കിൽ കുട്ടികൾ വന്ന് പരാതി പറയും. എന്തുകൊണ്ട് നിൻ്റെ ഉള്ളിൽ ഈ ചിന്ത വന്നപ്പോൾ, ഈ ഒരു പ്രശ്നത്തിലേക്ക് നീ എത്തിയപ്പോൾ യഥാസമയം വീട്ടിൽ അവതരിപ്പിച്ചില്ല, ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞില്ല. പൊന്നാറിൻ്റെ ഡോക്ടറെ ഓലടിയിലൻ എന്നും ബദറുഹുദു നടക്കുക, നിൻ്റെ പ്രശ്നം കൂടി ഞാൻ ചെന്ന് പറയണോ അല്ലേ. മക്കളുടെ ചിന്ത അതാണ്. സ്വസ്ഥതയുള്ള സ്നേഹമുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിലേ നമ്മൾ ചെന്ന് പറയുള്ളൂ. പാപ്പാൻ്റെ മൂഡ് ശരിയല്ല കേട്ടോ, ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്ന് പറയലില്ലേ. വാപ്പപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ്, അപ്പോൾ ഒന്നും പറയാൻ പോകണ്ട. അല്ലെങ്കിൽ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണ്, ഇപ്പോൾ ഒന്നും പറയാൻ പോകണ്ട. എന്നും ദേഷ്യത്തിലാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയുമോ? എന്നും വാപ്പാൻ്റെ ഉമ്മാൻ്റെ മൂഡ് ഇങ്ങനെയാണെങ്കിൽ മക്കൾക്ക് പറയാൻ തോന്നില്ല. മടിയിലിരുന്ന് അവരുടെ വിചാരങ്ങൾ പറയണമെങ്കിൽ ഉമ്മ എനിക്ക് എൻ്റെ കൂട്ടുകാരിയോട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം, പെൺകുട്ടികൾ തമ്മിൽ കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗുരുതരമാണ്. പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോലും അറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള അനുഭവങ്ങളാണ് മുൻപിൽ ഉണ്ടാവാറുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 മക്കൾ, 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ മക്കളെ പിടിക്കപ്പെടുന്നത് ബാത്റൂമിൽ നിന്ന് സ്വർഗരതി ചെയ്യുന്നതായിട്ട് കാണാണ്. 2ാം ക്ലാസ് പഠിക്കുന്ന 2 മക്കളെ ക്ലിനിക്കിൽ വന്ന് കൗൺസിൽ ചെയ്തപ്പോൾ, ക്ലിനിക്കിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായത് എന്താണെന്നറിയോ, അവര് ഫോണിൽ കാണുന്നുണ്ട് പോലും. അവര് ഫോണിൽ ഇങ്ങനെ കാണാറുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ അല്ലേ. ഉമ്മാനെ ഉപ്പാനെ വിളിപ്പിച്ചപ്പോൾ ഉമ്മ പറയാണ്, ഉമ്മ നിരന്തരം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഫോൺ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഫോണിൽ എന്തെല്ലാം കാണുന്നുണ്ടെന്ന് ഫോണിൽ എന്തെല്ലാം കാണുന്നുണ്ട് എന്ന് ഉമ്മ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് അതുപോലും മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ അറിയാമായിരുന്നു. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പ്രീ ഹിസ്റ്ററി അല്ലേ, മക്കൾ നേരത്തെ കണ്ട യൂട്യൂബിൽ നേരത്തെ കണ്ട കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള രൂപം പോലും അവൻ്റെ കൂട്ടുകാരൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഓഫ്ലൈനിലാക്കി വെക്കണം, അതെങ്ങനെ പാരൻസ് കാണാത്ത രൂപത്തിലാക്കി വെക്കണമെന്ന് അവന് അറിയാമായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അതാണ് നമ്മുടെ നാട് എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ. അതാ ക്ലിനിക്കിലുണ്ടായ മറ്റൊരു അനുഭവമാണ്. എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയൊരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കണം. എൻ്റെ ക്ലിനിക്കിൽ ഒരു 40 വയസ്സായ ഒരാൾ വരികയാണ്. അയാളുടെ ജീവിതത്തിൽ ശരീരം കൊണ്ട് വളരെ മനോഹരമായൊരു പുരുഷ ശരീരമുള്ള ഒരാളാണ്. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ ചെറിയ രൂപത്തിൽ സ്ത്രൈണത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ എത്തിങ്ങാനയിൽ പഠിച്ച ആളാണ്. അയാളെ സംരക്ഷിച്ചിരുന്ന ഉമ്മയുപ്പയില്ലാതെ വളർന്ന അയാളെ സംരക്ഷണം കൊടുക്കേണ്ട എത്തിയും മക്കളെ അത്രയധികം ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ട അയാളെ ദുരുപയോഗം ചെയ്ത കാരണം
ഈ രൂപത്തിലായി മാറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സ്വവർഗരതി എന്ന് പറയുന്ന ഭയാനകമായ ആ കർമ്മത്തിന് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി. അയാളുടെ സങ്കടം പറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ മുതിർന്ന ഇത്രയും വലിയ മനുഷ്യനായിട്ടും അയാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാളെ മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം പോലും, ഒരു നിമിഷം പോലും നോ പറയാനുള്ള ശക്തി, ശേഷി അയാൾക്ക് ഉണ്ടാവുന്നില്ല. അവസാനം ക്ലിനിക്കൽ കൗൺസിലിങ്ങിന് വരികയാണ്, എങ്ങനെ ഇതിന്ന് റിക്കവർ ആവാൻ പറ്റും. എൻ്റെ മുൻപിൽ എനിക്ക് വന്ന കേസുകളിൽ വളരെ എഫേർട്ട് എടുത്ത ഒരു കേസായിരുന്നു അത്. കാരണം അത്ര മുതിർന്ന ഒരു മനുഷ്യനാണ്. ചെറിയ കുട്ടികളെ ചേഞ്ച് ആക്കാൻ എളുപ്പമാണ്, അത്രയും വലിയൊരാളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. അൽഹംദുലില്ലാ 4 സിറ്റിങ്ങോട് കൂടിയിട്ട് ആ ഒരു മനുഷ്യനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചത്തോട് കൂടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് അയാൾ ഒരിക്കൽ ക്ലിനിക്കിൽ കയറി വരികയാണ്. വന്ന സമയത്ത് അയാൾ പൊട്ടി കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാൻ വീണ്ടും പഴയ പോലെയായി. എനിക്ക് സങ്കടം തോന്നി, ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ അയാൾക്ക് റെഗുലറായിട്ട് ചെയ്യേണ്ട കുറേ തെറാപ്പികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ അതാണ് ചോദിച്ചത്, ഞാൻ പറഞ്ഞു തന്ന തെറാപ്പികളും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അയാൾ പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരാഴ്ച മുൻപേ മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ള പരസ്യം കേട്ടു. മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന പരസ്യം കേട്ട് ഞാൻ ആ കൗൺസിലിങ്ങിന് പോയി. അവിടെ ക്വാളിഫൈഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈക്യാട്രിസ്റ്റുമാരുടെ സഹായത്തോട് കൂടിയിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൗൺസിലറുടെ അടുത്ത് പോയി ഞാൻ എൻ്റെ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കിട്ടല്ലേ, പഴയതൊക്കെ വീണ്ടും ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, അതിനെന്താണ് തെറ്റ്? അത് നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് തരുന്ന ഒരു ഫീലാണ്, നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നൊരൊറ്റ ചോദ്യം മാത്രമാണ് അവിടെ ചോദിക്കപ്പെട്ടത്. അയാളുടെ മനസ്സ് മാറി പഴയ അവസ്ഥയിലേക്ക് അയാൾ മടങ്ങുകയാണ്. അതാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ട, ധാർമ്മികത എന്ന് പറയുന്ന ആ കാര്യത്തിലേക്ക് നമ്മെ എത്തിക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോലും, മെഡിക്കൽ സയൻസിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ഡോക്ടേഴ്സിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്നത് എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ ഇത്തരം അപകടങ്ങളിൽ നിന്നും, ഇത്തരം വിഷം വമിക്കുന്ന ഇസങ്ങളിൽ നിന്നും, തിയറികളിൽ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറ്റൊരു മതത്തിൽ അത് തെറ്റല്ല, മറ്റൊരു സിസ്റ്റത്തിലും അത് തെറ്റായ കാര്യമല്ല. നമ്മൾ ഓർക്കണം, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് കൗൺസിലിംഗ് ആണ് എനിക്ക് നൽകേണ്ടി വരാറുള്ളത്. ഇസ്ലാമിക് കൗൺസിലിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് മാത്രമേ ഹലാലും ഹറാമും ഉള്ളൂ, നമുക്ക് മാത്രമേ ധാർമ്മികതയും അധാർമികതയും ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള ചോറ് വിശക്കുന്ന ഒരാൾക്ക് നൽകിയാലും അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ആ 2 ചോറും എടുത്ത് പരിശോധിച്ചാൽ, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ലാബിൽ വെച്ച് പരിശോധിച്ചാൽ ആ 2 ചോറിലുമുള്ളത് ഒരേ അളവ് കാർബോഹൈഡ്രേറ്റ് ആണ്, ആ 2 ചോറിലുമുള്ളത് ഒരേ അളവ് സ്റ്റാർച്ചാണ്, ആ 2 ചോറിലുമുള്ളത് ഒരേ അളവ് വൈറ്റമിൻസും മിനറൽസുമാണ്. അല്ലേ? ചവറ്റുകൊട്ടയിലിട്ട ചോറിലും വിശക്കുന്ന പട്ടിണി കിടക്കുന്ന ആൾക്ക് കൊടുത്ത ചോറിലും ഒരേ അളവ് വൈറ്റമിൻസും മിനറൽസും ഗുണങ്ങളുമാണ് ഉള്ളത് എങ്കിൽ വിശക്കുന്നവനാണ് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ധാർമ്മികതയാണ്. വഴിയിൽ കിടക്കുന്ന ശല്യം പോലും മാറ്റുന്നത് പുണ്യകർമ്മമാക്കി മാറ്റിയ, പുഞ്ചിരി പോലും സ്വതക്കയാക്കി മാറ്റിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. അല്ലേ? പുഞ്ചിരി സ്വതക്കയല്ലേ? അല്ലേ? ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താ, ഫിറ്റ്നസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഉണ്ടല്ലോ ഒരു കലാശക്കൊട്ട്, കുറേ ഭൂമിക്ക് നോക്കി ചിരിക്കാൻ പറയും, കുറേ ആകാശത്തേക്ക് നോക്കി ചിരിക്കാൻ പറയും, കുറേ 2 സൈഡിലേക്ക് നോക്കി ചിരിക്കാൻ പറയും. നമ്മളൊക്കെ ചിരിക്കലില്ലേ? എന്തിനാ ചിരിക്കണത്? ചിരിച്ചോളി, ചിരിച്ചാൽ ആയുസ് കൂടും. ചിരിച്ചോളി, ചിരിച്ചാൽ സൗന്ദര്യം കൂടും. തള്ളി മറിക്കല്ല. എങ്ങനെയാണ് ചിരിച്ചാൽ സൗന്ദര്യം കൂടുന്നത്? എങ്ങനെയാണ് ജിമ്മത്തെ ട്രെയിനർ പറയാ ചിരിക്കാൻ, അപ്പം നമ്മളങ്ങോട്ട് ചിരിക്കുക? അങ്ങനെയാ? അവിടെ ചിന്തിക്കണ്ടേ? ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ചിരിക്കുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവുന്നുണ്ട്, സെറോട്ടോണിൻ ഉണ്ടാവുന്നുണ്ട്, ഡോപ്പാമൈൻ ഉണ്ടാവുന്നുണ്ട്. ദീസ് 3 ഹോർമോൺസ് ആർ ഫീൽ ഗുഡ് ഹോർമോൺ. ദീസ് 3 ഹോർമോൺസ് ആർ ഹാപ്പി ഹോർമോൺസ്. ഈ 3 ഹോർമോണുകൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ, ഹൃദയമായാലും ശ്വാസകോശമായാലും ലിവർ ആണെങ്കിലും സ്പ്ലീൻ ആണെങ്കിലും പാൻക്രിയാസ് ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഇവരുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അഭിവാജ്യ ഘടകമാണ്. അല്ലേ? അതുകൊണ്ട് നമ്മൾ ചിരിക്കും. പിന്നെന്താ പറയണത്? നാളെ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ടീച്ചർ ചോദിക്കും, കൂടെ വന്നത് മോളെ നിൻ്റെ താത്തയാണോന്ന്. അല്ലേ? കൂടെ വന്നത് നിൻ്റെ സിസ്റ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു കുളിരുണ്ട്. അല്ലേ?
ഒരു വല്ലാത്ത ജാതി, എടുത്തു പറയാൻ പറ്റാത്ത ഒരു ഫീലാണത്. അതും കൂടെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ മുഖത്തുള്ള 13 പേശികളും, മുഖത്ത് സംവിധാനിച്ച് വെക്കപ്പെട്ട 13 പേശികളും ഒരേ സമയം ഇളകുന്ന, പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഫീൽ എന്താ, ഒരേ ഒരു ആക്ഷൻ എന്താ? ദാറ്റ് ഈസ് സ്മൈൽ, ചിരിയാണ്. ഇത് ശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മൾ ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എപ്പോഴും ചിരിയാണല്ലേ, ഇല്ലേ? ഇപ്പം എപ്പോഴും നമ്മൾ ചിരിക്കും, കാരണം സൗന്ദര്യം കൂടും, ആയുസ് കൂടും, ആരോഗ്യം കൂടും. ഇതൊന്നും അറിയാത്ത കാലത്ത്, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടോട് ചിരിക്കാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ പണത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ സമ്പത്തിൻ്റെയോ അടിമകളാവാതിരിക്കുക എന്ന് പഠിപ്പിച്ചു. നമ്മൾ ഓർക്കണം, ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. ഇറ്റ്സ് ആൻ ഐഡിയോളജി. അതിൻ്റെ സഹായമില്ലാതെ, അത് പഠിപ്പിക്കാതെ സന്തോഷമുള്ള, സമാധാനമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാവില്ല. അതിന് ആ ചങ്ങലയുടെ ആദ്യത്തെ 2 കണ്ണികൾ ദൃഢമുള്ളതായി തീരുമാറാവട്ടെ. മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കുമാറാവട്ടെ. എന്തൊക്കെയാണ് ആ ഇക്വാലിറ്റി പറയുന്നത്? നമുക്ക് നോക്കാം. അല്ലാൻ്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല ദമ്പതിമാർ, ഏറ്റവും നല്ല ഇണകൾ ആരാണ്? ആ ചോദ്യത്തിനുള്ള മറുപടി അല്ലാൻ്റെ ഹബീബ് പറയുക, ഏറ്റവും മനോഹരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് വെക്കുന്നതിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. ചെന്നിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതുക. എന്നിട്ട് സിറ്റ് ഔട്ടിൽ, അങ്ങക്ക് സിറ്റ് ഔട്ട് ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം കാണുന്ന റൂമിൽ ഒട്ടിച്ച് വെക്കുക, ആദ്യം കാണുന്ന മുറിയിൽ ഒട്ടിക്കുക, ബെഡ്റൂമിൽ ഒട്ടിക്കുക, ഡൈനിങ് ഹാളിൽ ഒട്ടിക്കുക, പറ്റുമെങ്കിൽ ബാത്റൂമിൽ ഒട്ടിക്കുക. കാരണം എന്താ? ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കലോ എവിടെയാ? ആ ജിദ്ദിയിലും അങ്ങനെ തന്നെയാ അല്ലേ? അത് നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക എവിടെയാ? ബാത്റൂമിൽ തന്നെയാ. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സമയം ബാത്റൂമിൽ ചിലവഴിക്കണേ? വെരി ഗുഡ്. ബാത്റൂമിക്ക് ഫോണും കൊണ്ടാണ് നമ്മൾ കയറുന്നതില്ലേ? അല്ല, ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാത്റൂമിലേക്ക് ഫോണും കൊണ്ട് പോയ ഒരാളുടെ അനുഭവം എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ബാത്റൂമിക്ക് മൊബൈൽ ഫോണും കൊണ്ട് കയറി ആര്? പുയ്യാപ്പിള. അങ്ങനെ ബാത്റൂമിൽ എത്തിയ ഉടനെ തന്നെ വാട്സപ്പാണല്ലോ നമ്മൾ തുറക്കുക. വാട്സപ്പ് തുറന്നു, വോയിസുകൾ ഓരോന്നായി കേട്ടോണ്ടിരിക്കുക. ആദ്യത്തെ വോയിസ് ഓണാക്കി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അത് സ്റ്റക്കായി. വീണ്ടും അത് ഓണാക്കി, വീണ്ടും സ്റ്റക്കായി, വീണ്ടും ഓണാക്കി, വീണ്ടും സ്റ്റക്കായി. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓണാക്കിയും സ്റ്റക്കായും ഓണാക്കിയും സ്റ്റക്കായും ഏകദേശം 10-20 വോയിസ് കേട്ട് കഴിഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് അവസാന ഫോണിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്തേനു? എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്തേ സംഭവിച്ച്? എയർപോഡ് എവിടെയുള്ള? മൂപ്പര് ബാത്റൂമിക്ക് ഫോൺ ഒറ്റക്കാണ് കൊണ്ട് കയറിയത്. എയർപോഡ് ബാത്റൂമിന് പുറത്ത് ബെഡിലാണ് കൂട്ടരെ ഉള്ളത്. ആരെ എയർപോഡ് കണക്ട് ചെയ്തു? ഓള് കയറി വന്നപ്പോൾ ബെഡിൽ എയർപോഡ് കണ്ടു, തുറന്നു, ചെവിയിൽ വെച്ചു. ഇറ്റ്സ് കണക്റ്റഡ്. ആരെ വോയിസ് കേട്ട്? 2 ആളും കൂടി അങ്ങോട്ട് കേട്ട്. എന്നെ കൊണ്ട് കൂടിയാൽ കൂടൂല. ആ കേസ് ഇപ്പോൾ എവിടെയുള്ളത്? മഞ്ചേരി കുടുംബ കോടതിയിൽ. കാരണം എന്താ? തെളിവുകളുണ്ട്. വിത്ത് പ്രൂഫാണ്. വിത്തൗട്ട് പ്രൂഫാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്താം. ഇവിടെ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ കിട്ടിയില്ല, അത് കുടുംബ കോടതിയിലാണ്. സൂക്ഷിക്കുക. ബാത്റൂമിൽ പോയ കുടുംബം നശിക്കുമെന്നത് ഒരു കാര്യം. ആസ് എ ഡോക്ടർ പറയാൻ പറ്റും, കോളൻ ബേസ്ഡ് ആയിട്ടുള്ള സകല അസുഖങ്ങളും ഉണ്ടാവും. അതൊരു പക്ഷേ പൈൽസ് ആവാം, ഫിസ്റ്റുലയാവാം, ഫിഷറാവാം, കോൺസ്റ്റിപ്പേഷൻ ആവാം, ഈവൻ കോളൻ ക്യാൻസർ ആവാം. ഇതിലേതും വരുമെങ്കിൽ ഈ ശാസ്ത്രമൊന്നും വികസിക്കുന്നതിൻ്റെ മുൻപേ, ഈ മൊബൈൽ ഫോണും ഇയർപോഡും എല്ലാം കണ്ടെത്തുന്നതിൻ്റെ മുൻപേ, 1500 വർഷങ്ങൾക്ക് മുൻപേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാത്റൂം പിശാചിൻ്റെ ഇടമാണ്, അവിടെ കൂടുതൽ സമയം ചിലവഴിക്കരുത്. നിങ്ങൾ ഓർക്ക് ആണിനെയും പെണ്ണിനെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. പെണ്ണിനോട് പറയുകയാണ്, നീ ഏറ്റവും നല്ല ഇണ അവനെ അനുസരിക്കുന്നവളാവുക. ഏറ്റവും നല്ല സ്ത്രീ നിന്റെ ഇണയെ അനുസരിക്കുന്നവളാവുക. അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാവുക. അവൻ്റെ അഭാവത്തിൽ അവളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവളാണ് എങ്കിൽ സ്വർഗ പൂങ്കാവനത്തിൻ്റെ 8 കവാടങ്ങളിൽ തനിക്കിഷ്ടമുള്ള കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല കുടുംബം ഉണ്ടാക്കുന്നത്, അവനുമുണ്ട്. അവനോടും പറയുകയാണ്, അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ നീ
നിന്റെ സ്ത്രീയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. സംഘടനയിലെ ഏറ്റവും മികച്ചവനായിട്ട് കാര്യമുണ്ടോ? പള്ളീൻ്റെ സെക്രട്ടറി ആയിട്ട് കാര്യമുണ്ടോ? പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനായിട്ട് കാര്യമുണ്ടോ? നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നവനായിട്ട് കാര്യമില്ല. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിട്ട് കാര്യമില്ല. കൂട്ടുകാർക്കെല്ലാം മികച്ചവനായിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് ആ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെയുള്ള അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമനെന്ന് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവളോട് അവനെ സന്തോഷിപ്പിക്കാൻ പറയുന്നതോടൊപ്പം അവനോട് പറയുകയാണ്, നീ നോക്കുമ്പോൾ അവളെ നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കാണുകയാണ് എങ്കിൽ, നമ്മുടെ നാട്ടിലെന്താ സംഭവിക്കുക? ഇഷ്ടമില്ലാത്ത സ്വഭാവം കാണുകയാണെങ്കിൽ 2 എണ്ണം കൊടുത്തിട്ട് നന്നാക്കണം അല്ലേ? അത് നമ്മൾ ഇടക്കരക്കാരും ഞങ്ങൾ നിലമ്പൂരാരും നിങ്ങൾ ജിദ്ദക്കാരൊക്കെ ഉണ്ടാക്കിയതാ. അള്ളാൻ്റെ ഹബീബ് പറയുന്നത് എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കാണുകയാണ് എങ്കിൽ നിനക്കിഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും അവളിലുണ്ടാവും. ഇഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും ഉണ്ടാവും. ആ സ്വഭാവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക, നീ സന്തോഷിക്കുക. നീ അവളെ ശകാരിക്കുകയോ മക്കൾക്ക് മുൻപിൽ വെച്ച് അടിക്കുകയോ ചെയ്യരുത്. നീ കഴിക്കുമ്പോൾ അവളെയും കഴിപ്പിക്കുക, നീ ധരിക്കുമ്പോൾ അവളെയും ധരിപ്പിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടെ റസൂലിനോട് ചോദിക്കുമായിരുന്നു, അങ്ങക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ്? ഹബീബ് പറയും, എനിക്ക് നിന്നോടുള്ള സ്നേഹം പിരിക്കപ്പെട്ട കയറ് പോലെയാണ്. ആ കയറിൻ്റെ പിരി എത്ര പേര് ശ്രമിച്ചാലും ഉടയ്ക്കാൻ സാധിക്കുകയില്ല, നിവർത്താൻ സാധിക്കുകയില്ല. ആയിഷ ബീവിക്ക് സന്തോഷം നിറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു, ആ കയറിപ്പം എങ്ങനെയുണ്ട് എന്ന്. ഹബീബ് പറയും, ആ കയർ അങ്ങനെ തന്നെ ഉണ്ടെന്ന് പുറകെ പോയിട്ട് നമുക്കൊക്കെ ഒന്ന് ചോദിച്ചു നോക്കല്ലേ, അല്ല ആ കയർ എങ്ങനെയുണ്ട് അല്ലേ? ആ മറുപടി ഒന്ന് എഴുതി വെക്കാം നമുക്ക്, ആ കയർ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യത്തിന്. ഒരു പെണ്ണ് ചോദിച്ചില്ലേ, ഒരു സ്ത്രീയോട് അവളുടെ ഇണ ചോദിക്കുക, അല്ലയോ മോളെ നിനക്കെൻ്റെ ഖദീജയായിക്കൂടെ, നിനക്കെൻ്റെ ഖദീജയായിക്കൂടെ? മുപ്പത്തേര് തിരിച്ചു ചോദിച്ച്, നിങ്ങൾക്ക് എൻ്റെ റസൂലാവാൻ പറ്റുമോ എന്ന്. അപ്പോൾ മൂപ്പര് നിന്നാ ഇത്ര ഗതിയിട്ട് ഖദീജ ആവണ്ട അല്ലേ? കുറച്ച് പണിയാ, കുറച്ച് പ്രയാസമാണ്. ഈ ഖദീജയും ഹബീബുമാവാൻ സാധിക്കുന്നുവെങ്കിൽ, ഈ ആയിഷയും ഹബീബുമാവാൻ സാധിക്കുന്നുവെങ്കിൽ ഉറപ്പു നൽകാം, നമ്മുടെ മക്കളിലുള്ളിൽ ഉണ്ടാവുന്ന എല്ലാ വിചാരങ്ങളും തലോടിക്കൊണ്ട് മടിയിൽ കിടന്നുകൊണ്ട് ഉമ്മയോടും ഉപ്പയോടും പറയും. അവരോട് തുറന്നു പറയും. യഥാവിധം അവർ നമ്മളെടുത്ത് പറഞ്ഞ് അതിന് മറുപടി നൽകാൻ സാധിക്കും. ഓരോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അവസാനം അത് എത്തിപ്പെടാറുള്ളത് യഥാസമയത്ത് അത് പറയാൻ ഒരാളില്ലായിരുന്നു എന്ന പ്രശ്നത്തിലേക്കാണ്. ഇൻഷാ അല്ലാഹ് കുടുംബം എന്ന് പറയുന്ന കൺകുളിർമയേകുമാറാവണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറ്. ഖുർറത്തൈൻ, എൻ്റെയും നിങ്ങളുടെയും കുടുംബം എന്നും കൺകുളിർമയേകുമാറ് ആയിത്തീരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമ്പത്തും സന്താനങ്ങളും അലങ്കാരമാക്കിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. ആ സമ്പത്തും ആ സന്താനങ്ങളും അലങ്കോലമായി മാറാതെ എന്നും എൻ്റെ അലങ്കാരമായി തന്നെ മാറണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.